എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പണക്കാർക്ക് പലവിധ ഹോബികളുണ്ടാവും. അതിൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് കളക്ഷൻ. ഈ ബ്രാൻഡഡ് വാച്ചുകൾ അല്ലെങ്കിൽ വിൻറ്റേജ് വാച്ചുകൾ അല്ലെങ്കിൽ ലക്ഷറി കാറുകൾ, വിൻറ്റേജ് കാറുകൾ, ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് പണക്കാരുടെ ഒരു ഹോബിയാണ്. നമ്മളത് കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് വാച്ചുകളുടെ കാര്യത്തിൽ. ഇവർക്ക് ഈ വാച്ചുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, അതും വിൻറ്റേജ് വാച്ചുകൾ. സോ അത്തരത്തിലുള്ള വിൻറ്റേജ് വാച്ചുകളുടെ കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഉണ്ടാക്കി പണക്കാർക്ക് വിൽക്കുന്നവനാണ് നമ്മളുടെ നായകൻ. സോ അവൻ്റെ വേവ് എന്താണെന്നുള്ളത് ഇതിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഉഡായിപ്പിൻ്റെ അങ്ങേയറ്റം. ഇത്രയും ഉഡായിപ്പായിട്ടുള്ള നമ്മളുടെ നായകന് ഒരു ദൗത്യം കിട്ടുന്നു. അതെന്താണെന്നും ഏതാണെന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, നിങ്ങളായിട്ട് തന്നെ കണ്ടറിഞ്ഞോ. പിന്നെ സിനിമയുടെ അവസാനത്തിലൊരു കുഴപ്പമില്ലാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വമ്പൻ വെടിവെപ്പാ. രണ്ട് ടീമുകൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന്? വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് അടക്കം അവിടെ നടക്കുന്നുണ്ട്. ഇനി എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് തല്ലൂടുന്നതെന്ന് അറിയണ്ടേ? അത് ഈ വാച്ചുകൾക്ക് വേണ്ടിയിട്ടാ. ഈ വാച്ചുകൾ എന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന ഒരു കൊറിയർ സർവീസാണ്. അവിടെയാണെങ്കിൽ അലക്സ് ഉണ്ട്. പുള്ളിക്കാരൻ ഈ ബുദ്ധിക്കുറവിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടാ. എന്നാൽ അങ്ങേരെ വിലക്കെടുത്ത് കരുക്കൾ നീക്കുന്ന പണിയാണ് നമ്മളുടെ വിൻസെന്റിന്. പാർസൽ സർവീസിലോട്ട് വരുന്ന കുറച്ച് ഇല്ലീഗൽ പാർസൽസ് അലക്സ് വിൻസെന്റിന് എടുത്തു കൊടുക്കും. ആ പാർസലുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മേളിലൊരു ഡൈനോസറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റിക്കറുകളാണ് അലക്സിന് കൊടുക്കുന്ന പ്രതിഫലം. പുള്ളിക്കാരൻ അത്രയും മതി, അല്ലാണ്ട് പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവന്റെ ഹാപ്പിനെസ് സ്റ്റിക്കേഴ്സാണ്. അങ്ങനെ വിൻസെന്റിന്റെ പാക്കേജുകൾ വന്നു. പക്ഷെ കഷ്ടകാലത്തിന് അലക്സ് ഒരു പാക്കേജ് എടുക്കാൻ മറന്നുപോയി. അതാണെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റും. അങ്ങനെ വിൻസെന്റ് നേരെ കടയിലോട്ട് പോകുന്നു. ഇവനക്കൊരു വാച്ച് ബിസിനസ് ആട്ടാ. അത് മാത്രമല്ല, ചെറിയൊരു ഉഡായിപ്പ് പരിപാടിയും കൂടി ഉണ്ട്. വിൻറ്റേജ് വാച്ചുകൾ കളക്ട് ചെയ്യുന്ന പാവം കുറച്ച് പണക്കാരുണ്ട്. അവരെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കലാണ് നമ്മളുടെ വിൻസെന്റിന്റെ പ്രധാന പണി. പക്ഷെ ആ ഒരു പറ്റിക്കലിലും മാക്സിമം നല്ലത് ചെയ്യാനാണ് പുള്ളിക്കാരൻ നോക്കുക. ലോകത്തെങ്ങാണ്ട് കിടക്കുന്ന സെയിം ബ്രാൻഡിലുള്ള വിൻറ്റേജ് വാച്ചിന്റെ പാർട്സ് അവൻ ഇല്ലീഗൽ പാർസൽ വഴി ഇങ്ങോട്ടെത്തിക്കും. എന്നിട്ട് ആവശ്യക്കാർ ചോദിച്ച വാച്ചിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് അവൻ അസംബിൾ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും. അതായത് നമ്മളുടെ വ്യത്യസ്ത പാർട്സ് എടുത്തിട്ട് PC ബിൽഡ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ, കമ്പ്യൂട്ടർ ഉണ്ടാക്കുക, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണിത്. പക്ഷെ കളക്ട് ചെയ്യുന്നവർക്ക് അറിയില്ല PC വാച്ചാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. ആള് ഡ്യൂപ്ലിക്കേറ്റ് മോഡലിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിൻറ്റേജ് പാർട്സ് അങ്ങ് കയറ്റി കൊടുക്കും. എങ്ങാനും ബുദ്ധിയുള്ള വാച്ച് കടക്കാർ ഇത് പരിശോധിച്ചാൽ ഉറപ്പായിട്ടും കുടുങ്ങും. സോ ഇതുപോലുള്ള പാർട്സ് ആണ് നേരത്തെ അലക്സ് അവിടെ എടുക്കാൻ മറന്നുപോയത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അത്യാവശ്യം പാർട്സ് നമ്മളുടെ വിൻസെന്റിന്റെ കയ്യിൽ തന്നെയുണ്ട്. അങ്ങനെ വെയിൻ എന്ന് പറയുന്ന ആള് 1900 ഇറങ്ങിയ ഒരു വിൻറ്റേജ് വാച്ച് ഒപ്പിച്ചു കൊടുക്കാൻ വിൻസെന്റിനോട് പറഞ്ഞിട്ടുണ്ട്. വിൻസെന്റ് ആണെങ്കിൽ പറ്റാത്ത പണിയാണെങ്കിൽ കൂടെ പോയി പിടിക്കും. ആ വാച്ചിന്റെ പാർട്സ് ആണ് അലക്സ് വഴി കളക്ട് ചെയ്ത്. അങ്ങനെ ഇതൊക്കെ കൂടെ അസംബിൾ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഉണ്ടാക്കുമ്പോഴാണ് ഇവന്റെ അസോസിയേറ്റ് അങ്ങോട്ട് വരുന്നത്. ഡാ ചെറുക്ക, നീ എന്തീ കാണിക്കുന്നത്? അതെ, വാച്ച് വാങ്ങാൻ പോകുന്ന വെയിനാ. അങ്ങേർക്കാണെങ്കിൽ എല്ലാ ഗുണ്ടകളേറ്റും ഒടുക്കത്തെ പിടിപാടാ. പണി മേടിച്ച് കൂട്ടല്ലേ മോനെ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ വിൻസെന്റിന്റെ തലയിലോട്ട് കയറുന്നു. അങ്ങനെ വെയിനെത്തി. ഇങ്ങേരാണെങ്കിൽ വാച്ചും കണ്ടിട്ട് വൻ ഇംപ്രസ്ഡാ. പക്ഷെ എന്നാലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വാച്ചിന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ സർവീസ്, അങ്ങനെയുള്ള കുറെ കൊനിഷ്ഠ ചോദ്യങ്ങൾ അങ്ങേര് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം പലവിധ കള്ളങ്ങളും പറഞ്ഞ് നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു. അങ്ങനെ വെയിന് വാച്ചുമായിട്ട് പോകുന്നു. വിൻസെന്റിനുള്ള ഫണ്ടും കൊടുക്കുന്നു. എന്നാൽ കിട്ടിയ ഫണ്ട് മൊത്തം അവൻ മുടക്കുന്നത് ജസ്റ്റ് ഒരു ഫാക്സിന് വേണ്ടിയിട്ടാണ്. എടാ വിൻസെന്റ്, നിനക്ക് വല്ല പ്രാന്തണ്ടാ ഈ ഒരു ഫാക്സിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കാൻ? അപ്പോഴാണ് ആ ഫാക്സിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കങ്ങ് കാണിച്ചു തരുന്നത്. ഇതൊരു ചുമ്മാ ഫാക്സ് അല്ല, ഒരു ഇൻഫോർമേഷനാ. SN43 എന്ന് പറയുന്ന ഒരു വാച്ച് ഉണ്ട്. ഈ വാച്ചിന് ഒരു അഡാറ് പ്രത്യേകതയുണ്ട്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇട്ടുകൊണ്ട് നടന്ന വാച്ചാണ് SN43 അഥവാ മൂൺ വാച്ച്. എന്നാൽ ഇതൊക്കെ വെറും റൂമേഴ്സ് മാത്രമാണ്. ഈ വാച്ച് ഇന്നേ വരെ നാസക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു വാച്ചാണ് വിൻസെന്റിന്റെ ലക്ഷ്യം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടാൽ മതി അവന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോള്. വിളിച്ചിരിക്കുന്നത് അങ്കിളാ. വിൻസെന്റിന്റെ അങ്കിളല്ല കേട്ടാ, അവൻ ഈ വാച്ച് ബിസിനസ്സിലുള്ള എല്ലാത്തിന്റെ അങ്കിളാ. പക്ഷെ ഇവന്റെ പ്രായം കണ്ടിട്ട് അങ്കിളൊന്നുമല്ല. പിന്നെ എന്തിനാണ് അങ്കിൾ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവന്റെ അച്ഛനാന്ന് പറയേണ്ടി വരും. പുള്ളിക്കാരൻ തുടങ്ങി വെച്ചൊരു ബിസിനസ്സാണ് മോഷ്ടിക്കപ്പെട്ട വാച്ചുകളുടെ കച്ചവടം. ചുരുക്കി പറഞ്ഞ ഒരു അണ്ടർവേൾഡ് സെറ്റപ്പാണ്. അങ്ങനെ അച്ഛൻ മരിച്ച അച്ഛനെ നാട്ടുകാർ വിളിച്ചിരുന്ന അങ്കിൾ എന്ന നിക്നെയിം മകൻ അങ്ങെടുത്തു. ബിസിനസ്സും ഇപ്പൊ മകന്റെ കയ്യിലാ. ചുരുക്കി പറഞ്ഞ അങ്കിൾ ഇപ്പോ മകനാ. അങ്കിൾ, നിങ്ങൾ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞ്? വിൻസെന്റ് അല്ലേ? നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. PC വാച്ചുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കേമൻ അല്ലേ? അതുമാത്രമല്ല, നിന്റെ കുടുംബം മൊത്തം വാച്ച് ബിസിനസ്സിന്റെ ആൾക്കാരാ. ചുരുക്കി പറഞ്ഞ നീ വളർന്നതെല്ലാം വാച്ചുകൾക്കിടയിലാ. സോ നിന്നെപ്പോലത്തെ ഒരു വാച്ച് എക്സ്പേർട്ടിനെ എനിക്ക് ആവശ്യമാണ് എന്നും പറഞ്ഞൊരു പേപ്പർ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ 3 വാച്ചുകളുടെ ഫോട്ടോസ് ഉണ്ട്. അതും ചുമ്മാ വാച്ചുകളല്ല, പിക്കാസോ ധരിച്ചിരുന്ന വാച്ചുകൾ.
ഇതാണെങ്കിൽ അവർ മരിച്ചു പോയപ്പോൾ കാണാണ്ടായി. പക്ഷെ അത് പിന്നെ ആരൊക്കെയോ കണ്ടെത്തി ഇപ്പം അതാ ജപ്പാനിൽ ഓപ്ഷനിൽ വെക്കാൻ പോകുന്നു. സോ ലേലം വിളിയുടെ ഒരു യുദ്ധമാണ് വരാൻ പോകുന്നത്. വിൻസെന്റ്, നീ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 PC വാച്ചുകൾ ഉണ്ടാക്കി തരണം. അത് മാത്രമല്ല, നീ നേരിട്ട് ജപ്പാനിൽ പോയി ഓപ്ഷനിൽ വെക്കാൻ പോകുന്ന പിക്കാസോ വാച്ചുകൾ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്കിൾ, നിങ്ങൾ പറയുന്ന ഈ വാച്ചുകൾ ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ജപ്പാനിൽ പോയിട്ട് വാച്ചുകൾ പരിശോധിക്കാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. എന്നെ അതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ഇത് കേട്ടേക്ക് അങ്കിളാണെങ്കിൽ ഓക്കെ എന്നാ നീ വിട്ടോ എന്നും പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് കാല് വെക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങോട്ട് വന്നിരിക്കുകയാണ് നമ്മളുടെ വെയിന്. വെയിൻ, നിങ്ങളെന്താ ഇവിടെ? ഒന്നുമില്ലടാ, നീ ഏതായാലും വാച്ച് തന്നു. അപ്പൊ അങ്കിളിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒറിജിനൽ ആണോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്യാൻ വന്നതാ. നന്നായി എന്നും പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോഴതാ വെയിന് അവനകത്തോട്ട് വലിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് ആ വാച്ച് അങ്കിളിന്റെ കയ്യിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങേർക്ക് അപ്പം തന്നെ മനസ്സിലായി ഇതൊരു PC വാച്ചാണ്. വെയിൻ, ഇതൊരു PC എന്ന് മാത്രമേ അങ്ങേര് പറയുന്നുള്ളൂ. അപ്പൊ തന്നെ കത്തി കൊടുത്ത് വിൻസെന്റിനെ വെട്ടാ നിൽക്കുകയാണ് വെയിന്. വെയിൻ, നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊരു PC വാച്ച് അല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഇത് കേട്ടേക്ക് വെയിനാണെങ്കിൽ നിന്നെ ഞാൻ ചുമ്മാ പേടിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്തൊക്കെയാണേലും നമ്മളുടെ വിൻസെന്റ് കുടുങ്ങി. ലെവൻ ഇനി ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോനെ കാണിക്കുന്നത്. ഇവനൊരു പാവം പയ്യനാട്ടാ. ഇവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അർജന്റായിട്ട് ഒരു സർജറി വേണം. പക്ഷെ യോടെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഇതേ സമയം വിൻസെന്റിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. പുള്ളിക്കാരനാണെങ്കിൽ അങ്കിളിന്റെ ആളായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ PC പരിപാടികളൊക്കെ വെയിനറിയും. അങ്ങനെ വിൻസെന്റ് നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു വാച്ച് ഡീലറും ഉണ്ട്, അങ്കിളിന്റെ ഷിങ്കടിയും ഉണ്ട്. ഈ ഷിങ്കടി എല്ലാവരും വിളിക്കുന്ന പേരാണ് ചീഫ്. അങ്ങനെ വാച്ച് ഡീലർ ഒരു വാച്ച് വിൽക്കാൻ കൊണ്ടുവരുന്നു. അത് പരിശോധിക്കാൻ കൊടുക്കുന്ന വിൻസെന്റിന്റെ കയ്യിലാണ് കേട്ടാ. അത് നോക്കിയപ്പോൾ തന്നെ അങ്ങേർക്ക് മനസ്സിലായി സാധനം PC വാച്ചാണ്. അത് അങ്കിളിനോട് പറയുകയും ചെയ്യുന്നു. അത് കേൾക്കേണ്ട താമസം ആ ഡീലറിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളുടെ വിൻസെന്റ്. ഏത് നേരത്താണാവോ ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത് എന്നും വിചാരിച്ചാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. നേരെ മറിച്ച് ചീഫിനാണെങ്കിൽ യാതൊരു കൂസലുമില്ല. വിൻസെന്റ്, ഇനി അങ്ങോട്ട് ചീഫ് എന്ത് പറയുന്നോ അതാണ് നിന്റെ ജോലി. ചീഫ്, മേരിയോനെയും മിസ്സിസ് ഹോങ്ങിനെയും കൂടെ കൂട്ടിക്കോ. ഹോങ് കൂടെ വരുമെന്ന് തോന്നില്ല. അത് നിന്റെ പ്രശ്നമാണ് ചീഫ്. എങ്ങനെയാന്ന് വെച്ചാൽ അത് ഡീൽ ചെയ്യാൻ നോക്ക്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പറഞ്ഞ മേരിയോനെയാണ്. പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡോറുകളൊക്കെ ഉണ്ടാക്കല, അതും വണ്ടിയുടെ ഡോറുകൾ. പ്രത്യേകിച്ച് ക്രിമിനൽസിന് വേണ്ടിയിട്ടാണ് ഇവൻ ഡോറുകളൊക്കെ പണി കഴിപ്പിക്കാറ്. പോലീസുകാർ വെടിവെച്ചാൽ കാറിനകത്തോട്ട് ബുള്ളറ്റ് കയറാണ്ടിരിക്കാനുള്ള ട്രിക്സൊക്കെയാണ് ഇവനിവിടെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉടായ്പിൻ്റെ അങ്ങേയറ്റം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഫ് ഇവനെ കാണാൻ വരുന്നത്. മേരിയോ, നിനക്കൊരു പണിയുണ്ട്. പണി അല്ലേ? തൻ്റെ കൂടെ അവസാനമായിട്ട് ജോലിക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഈ കാണുന്ന 2 ബുള്ളറ്റ്. ഇത് കണ്ടേക്ക് കർത്താവിനെ വിളിച്ച് നിൽക്കുന്നുണ്ട് വിൻസെന്റ്. ശരി, ഓക്കെ, നീ വരണ്ട. അല്ല, അങ്ങനെ പറയല്ലേ. ഒരു 20% ആണെങ്കിൽ എനിക്കൊക്കെ. 20 15 മതി. മതി, അത് മതി എന്നും പറഞ്ഞ് ലെവനും അങ്ങ് കൂടെ വെക്കുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ കാണാൻ പോകുന്ന മിസ്സിസ് ഹോങ്ങിനെയാണ്. ഈ ഹോങ് വേറെ ആരുമല്ല, നേരത്തെ കാണിച്ച യോടെ അമ്മയാ. ഹോങ്ങാണെങ്കിൽ ഇവരെ കണ്ടപാടി ചീഫിന്റെ കരണക്കുറ്റിക്ക് നോക്കിയിട്ട് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എടോ ചീഫേ, നീയൊക്കെ കൂടെ എൻ്റെ മൂത്ത മകനെ കുരുതി കൊടുത്തു, എന്നിട്ട് പിന്നെ വന്നിരിക്കുകയാണല്ലേ പണിയും പറഞ്ഞ്. പുറത്തു പോടാ. സോ മേരിയോ, ഹോങ്, ചീഫ് ഇവർ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് ഉണ്ട്. അങ്ങനെ ആ സമയത്താണ് ഇതൊക്കെ കേട്ടോണ്ട് മകൻ യോ വരുന്നത്. പക്ഷെ യോക്കാണെങ്കിൽ ഇവരുടെ പാസ്റ്റിനെ കുറിച്ചൊന്നും അറിയില്ലാട്ടാ. അമ്മയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുമില്ല. അങ്ങനെ ചീഫ് അടിയും വാങ്ങി ഒരക്ഷരം മിണ്ടാണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. സോ അങ്ങേരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം. ചീഫ്, ഹോങ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നടക്കില്ല അല്ലേ? എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് എന്നും പറഞ്ഞ് വിൻസെന്റ് പോവാൻ നിൽക്കുമ്പോണ്ട് പിന്നെ ലോക്കിടുന്നു. ചുരുക്കി പറഞ്ഞാൽ ലെവൻ്റെ അന്തകനാണ് ചീഫ്. അങ്ങനെ ഈ സമയത്താണ് യോനെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ അമ്മയുടെ സർജറിക്കാണെങ്കിൽ കുറേ ക്യാഷ് വേണം. ഒറ്റയടിക്ക് അത്രയും പൈസ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഒരു ജോലിയും കൊണ്ടാണ് ചീഫ് വന്നിരിക്കുന്നത്. സോയോ നേരെ ചീഫിൻ്റെ അടുത്ത് പോകുന്നു, ജോലി ചോദിച്ചു മേടിക്കുന്നു. പക്ഷെ ചീഫാണെങ്കിൽ ജോലി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം യോ ജസ്റ്റ് ഒരു പയ്യൻ മാത്രമാണ്, അധികം പ്രായമൊന്നുമില്ല. അപ്പോഴാണ് തൻ്റെ അമ്മയുടെ സർജറിയെക്കുറിച്ചൊക്കെ യോ ചീഫിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ടേക്ക് ചീഫാണെങ്കിൽ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നല്ല എന്നും പറഞ്ഞ് ഇവരുടെ കൂടെ അങ്ങ് കൂടുന്നുണ്ട് യോ. ഇനി മിസ്സിസ് ഹോങ്ങിനെ എന്തിനാണ് ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതെന്നറിയണ്ടേ? അതാണ് സേഫ് ക്രാക്കിംഗ്. മിസ്സിസ് ഹോങ്ങിൻ്റെ ഫാമിലിനെ അറിയപ്പെടുന്നത് സേഫ് ക്രാക്കിങ്ങിൻ്റെ പേരിലാണ്. എന്ത് വിധം ലോക്കറായാലും ശരി പുഷ്പം പോലെ അങ്ങ് തുറന്നു കൊടുക്കും. സോ ഇവരുടെ മുമ്പത്തെ സേഫ് ക്രാക്കർ ആയിരുന്നു യോടമ്മ.
അതിനുശേഷം യോടെ ചേട്ടൻ ഇപ്പൊ ഇതായോ അങ്ങനെ യോടെ കഴിവുകൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ് അങ്ങ് തുറക്കാൻ പറയുന്നു. പുള്ളിക്കാരൻ ജസ്റ്റ് കയ്യും വെച്ച് 4 തിരിയും തിരിച്ചങ്ങ് തുറന്നു കൊടുക്കുന്നു. ഇവൻ ജസ്റ്റ് ആ ഒരു സേഫിന്റെ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇതിന്റെ മെക്കാനിസം എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്കിൾ ഇവർക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വാച്ചുകൾ ഓപ്ഷനിൽ വെക്കുന്നതിന് മുമ്പുള്ള ഒരു മാസം കോർക്ക് സെലൂൺ എന്ന് പറയുന്ന വാച്ച് ഡീലറിന്റെ അടുത്ത് ഷോക്കേസ് ചെയ്യപ്പെടും. അവിടുന്ന് വേണം നിങ്ങൾ സാധനം അടിച്ചു മാറ്റാൻ. അവരുടെ VIP റൂമിലാണ് വാച്ചുകൾ ഇരിക്കുന്നത്. അതാണെങ്കിൽ അവരുടെ ബേസ്മെന്റിലും. സോ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് ഞാൻ അങ്ങ് വിലക്ക് വാങ്ങി. അതിന്റെ അടിയിലുള്ള പൈപ്പ് ലൈൻ വഴി വേണം നിങ്ങൾ അകത്ത് കയറാൻ. പിന്നെ അവരുടെ സേഫിലാണ് സാധനം ഇരിക്കുന്നത്. അതൊരു ആന്റിക് സേഫ് ആണെന്ന് മാത്രമേ എനിക്കറിയൂ. സേഫിൽ നിന്നും പിക്കേസോ വാച്ചുകൾ കൈക്കലാക്കിയതിന് ശേഷം അതുപോലെ തോന്നിക്കുന്ന നല്ല കിഡിലൻ PC വാച്ചുകൾ ആ സേഫിനകത്ത് വെക്കണം. ആ ജോലി വിൻസെന്റിനാ. എന്നിട്ട് യഥാർത്ഥ പിക്കേസോ വാച്ചുകൾ ചീഫിന് കൈമാറണം. ബാക്കി അങ്ങേര് നോക്കിക്കോളും. ഇനി നീയൊക്കെ കൂടെ എന്തേലും കണ്ണന്തിരിവ് കാണിച്ചത് മാത്രമല്ല ടീമിലുള്ള മുഴുവൻ ആൾക്കാരെ അത് ബാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, എടുക്കാൻ പോകുന്ന 3 വാച്ചുകൾക്ക് പുറമെ വേറൊന്നും മോഷ്ടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇവർക്ക് പുതിയ ഫോണുകൾ കൊടുക്കുന്നു. ഇതിലൂടെ മാത്രമായിരിക്കണം നമ്മളുടെ കോണ്ടാക്ട്. വേറെ ആർക്കും ഈ ഫോൺ വെച്ച് വിളിക്കാനും പാടില്ല. അങ്ങനെ ഫ്ലൈറ്റും കയറി നമ്മളുടെ പിള്ളേരാണെങ്കിൽ ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. മാരിയോ ആണെങ്കിൽ ഫേക്ക് കറൻസി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് അങ്ങോട്ട് ചീഫ് വരുന്നത്. ചീഫ്, എന്ത് കാര്യത്തിനാ നിങ്ങൾ ആ യോനെ റിക്രൂട്ട് ചെയ്ത്? അതൊരു പയ്യനാ. ലാസ്റ്റ് ടൈം അവൻ്റെ ചേട്ടൻ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. അത് മാത്രമല്ല കാലങ്ങളായിട്ട് അങ്കിളിൻ്റെ കെണിയിൽ പെട്ടിരിക്കുക നമ്മൾ. അവന് വേണ്ടിയിട്ട് എത്ര കാലം ജോലി ചെയ്യും? ഇനിയിപ്പോൾ ചെയ്താൽ തന്നെ ഒരൊറ്റ കാരണം മതി നമ്മളെ ഇല്ലാണ്ടാക്കാൻ. ലാസ്റ്റ് ആ വാച്ച് ഡീലറിനെ കൊന്നത് നമ്മൾ കണ്ടതല്ലേ. അങ്ങേര് കാലങ്ങളായിട്ട് അങ്കിളിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളാണ്. ജസ്റ്റ് ഒരു PC വാച്ച് കൊടുത്തതിൻ്റെ പേരിലാണ് അങ്ങേരി അങ്ങ് ഇല്ലാണ്ടാക്കിയത്. ചീഫ്, ഈ ഒരു മോഷണം കഴിഞ്ഞാൽ ഉടൻ നമുക്ക് എത്രയും വേഗത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. ഇതേ സമയം യോനെ കാണിക്കുന്നുണ്ട് കേട്ടാ. ആർക്കും ഫോൺ ചെയ്യരുത് എന്നാണ് അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ നൈസായിട്ട് അമ്മക്കൊക്കെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, ഞാൻ ജപ്പാനിലാന്നൊക്കെ. പക്ഷെ എന്തിനു വന്നു എന്നവൻ പറയുന്നില്ല. അങ്ങനെ ടീംസ് എല്ലാവരും കൂടെ ചർച്ചയ്ക്കിരിക്കുന്നു. വിൻസെന്റ്, നീ എത്രയും വേഗം PC വാച്ചുകൾ ഉണ്ടാക്കാൻ നോക്ക്. മോഷണ സമയത്ത് പിക്കേസോ വാച്ചുകൾ ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ PC വാച്ചുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ പാടൂ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ചുമ്മാ ഒറിജിനലാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മോഷണ സമയം വരെ കാത്തിരിക്കുന്നത്? അല്ലാണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നു. പിന്നീട് മോഷണ സമയത്ത് PC വാച്ചുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മാറ്റി വെക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മോഷണത്തിന് എൻ്റെ ആവശ്യമില്ലല്ലോ. സോ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ഇത് കേട്ടേക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് നീ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ചീഫ്. അല്ല, എങ്ങനെയാണ് അത് ഒറിജിനലാന്നൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത്? അപ്പോഴാണ് നമ്മളുടെ വിൻസെന്റ് അവൻ്റെ പ്ലാനിനെ കുറിച്ച് പറയുന്നത്. ആദ്യം തന്നെ യോനെ കൊണ്ടൊരു പണക്കാരൻ വേഷം കെട്ടിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഒരു ബോസാക്കി മാറ്റുക. ആ ബോസിന്റെ ശിങ്കിടിയാണ് നമ്മളുടെ വിൻസെന്റ്. പക്ഷെ യോക്കാണെങ്കിൽ ഒരു പണക്കാരൻ വേഷം തീരെ ചേരുന്നില്ല. ഒരു വിധത്തിലാണ് അതിനെ ഒന്ന് മെനയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഏതോ ഒരു വാച്ച് കടയിൽ ചെന്നിട്ട് എൻ്റെ ബോസിന് ഈ വാച്ച് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു വിൻറ്റേജ് വാച്ചിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതും ഒരിക്കലും കിട്ടാത്തൊരു വാച്ചിന്റെ ഫോട്ടോ. ഇനി എന്തിനാണ് കോർക്ക് സെലൂണിൽ പോവാണ്ട് വേറെ വാച്ച് കടയിൽ പോയെന്നറിയണ്ടേ? സംഭവം വേറെ ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ കോർക്ക് സെലൂണിൽ പോയാൽ ഉറപ്പായിട്ടും ഡൗട്ട് അടിക്കും. അതുകൊണ്ടാണ് ഈ പ്ലാൻ. അങ്ങനെ വാച്ച് കാണിച്ചു കൊടുക്കുന്നു. മാം, എൻ്റെ ബോസിന് ഈ വാച്ച് ആവശ്യമുണ്ട്. മാർക്കറ്റ് പ്രൈസിനേക്കാൾ 15% അധികം ഞങ്ങൾ തരും. പക്ഷെ എത്രയും വേഗം ഈ വാച്ച് ഞങ്ങൾക്ക് കിട്ടണം. 15% എന്നൊക്കെ കേട്ടപ്പോൾ വാച്ച് കടക്കാരിയാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങ് കൊത്തുന്നുണ്ട്. സോ ഇവൾ അപ്പം തന്നെ ഇവരുടെ വാച്ച് ഡീലർമാരെ കോൺടാക്ട് ചെയ്യുന്നു. അതിൽ വിട്ടൊരു വാച്ച് ഡീലറാണ് കോർക്ക് സെലൂൺ. പക്ഷെ ഇവിടെ കോമഡി ഇതൊന്നുമല്ല കേട്ടാ. വിൻസെന്റ് പറഞ്ഞ് 15%, പുള്ളിക്കാരിത്തി കൊടുക്കുന്നത് 2%. ഓരോരോ ഉടായിപ്പുകളെ. പക്ഷെ വാച്ച് ബിസിനസ്സിനകത്ത് 2% കുറവല്ലാട്ടാ. അങ്ങനെ കോർക്ക് സെലൂണിന്റെ ഹെഡായ ടക്കാഷി ഈ വിൻറ്റേജ് വാച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇനിയാണ് പ്ലാനിന്റെ 2ാം ഘട്ടം. എവിടെയും കാണാത്ത വിൻറ്റേജ് വാച്ചാണല്ലോ ഇവർ തപ്പി നടക്കുന്നത്. ആ വാച്ചിന്റെ PC വെർഷൻ വിൻസെന്റ് ഉണ്ടാക്കുന്നു. ജപ്പാനിൽ വിൻറ്റേജ് വാച്ചിന്റെ പാർട്സ് വിൽക്കുന്ന ഒരു സെല്ലറുണ്ട്. ലെവൻ്റെ കയ്യിൽ നിന്ന് പാർട്സ് മേടിക്കുന്നു, PC ഉണ്ടാക്കുന്നു. എന്നിട്ട് ചീഫിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇനി ചീഫും മേരിയും കൂടെ സെല്ലറായിട്ട് മാറും. അതായത് ഇവർ നേരെ ടക്കാഷിയെ കാണാൻ പോവും. ഇവർ തപ്പി നടക്കുന്ന വിൻറ്റേജ് വാച്ച് സെല്ലറായി അഭിനയിക്കുന്ന നമ്മളുടെ പിള്ളേരിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിൻസെന്റിനെ കോണ്ടാക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇവർ പറഞ്ഞ നുണക്കഥയിലെ ബയ്യറും സെല്ലറും ഇവർ തന്നെ. പിന്നെ പോരാത്തതിന് മില്യൻസ് വിലമതിക്കുന്ന വിൻറ്റേജ് വാച്ചിന്റെ ഡീലൊക്കെ നടത്തുക അങ്ങ് VIP റൂമിലാണ്. സോ അങ്ങോട്ടെത്താനുള്ള മാർഗവും ഇത് തന്നെ. ഏതാ പ്ലാനിങ് അല്ലേ? അങ്ങനെ ബയ്യറും സെല്ലറും എത്തി. 2 ടീംസും കൂടെ ടക്കാഷിയുടെ മുന്നിൽ കിടന്ന് തകർത്തഭിനയിച്ചുകൊണ്ടിരിക്കുകയെ. പിന്നെ പോരാത്തതിന് ഫേക്ക് കറൻസി കണ്ടിട്ട് അങ്ങേരാണെങ്കിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പുള്ളിക്കാരനറിയില്ലല്ലോ സംഗതി ഫേക്കാണെന്ന്. അങ്ങനെ 2 കൂട്ടരും അഡ്വാൻസ് കൊടുത്തു. ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുന്നത് വരെ നിങ്ങളുടെ ലോക്കറിൽ ഈ വാച്ച് സേഫാക്കി വെക്കാൻ പറ്റുമോ എന്നാണ് വിൻസെന്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ, വെക്കാലോ.
എന്നും പറഞ്ഞിട്ട് അങ്ങേരാ വാച്ച് അങ്ങ് വാങ്ങി വെക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മളുടെ യോ ആണെങ്കിൽ വിൻസെന്റ് പറഞ്ഞ പ്രകാരം പിക്കാസോ വാച്ചുകളുടെ പോസ്റ്ററും നോക്കി നിൽക്കുന്നുണ്ട്. അത്രയും വലിയൊരു വാച്ചിന്റെ പോസ്റ്ററൊക്കെ ഒരു പണക്കാരൻ നോക്കി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും കടക്കാരൻ ആ വാച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ പോരാത്തതിന് ഇവർ വാങ്ങിയ വാച്ച് ലോക്കറിൽ വെക്കുമ്പോൾ അത് സേഫ് ആണോ അല്ലേ എന്നുള്ളത് അറിയിക്കേണ്ടത് ടക്കാഷിയുടെ കടമയാണല്ലോ. സോ VIP റൂമിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് എല്ലാത്തിനെയും. അവിടെയാണ് സേഫ് ഇരിക്കുന്നത്. ഈ സേഫ് കണ്ടിട്ട് യോ ആണെങ്കിൽ ഞെട്ടിയിരിക്കാൻ, അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആന്റിക് സേഫ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടക്കാഷി നേരത്തെ പറഞ്ഞതുപോലെ പിക്കാസോ വാച്ചുകൾ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. പണക്കാരാണെന്നും കരുതി ഒരു കൗതുകത്തിന്റെ പുറത്താണിത് കാണിച്ചു കൊടുക്കുന്നത്. സോ സാധനം ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റിയ അവസരം. അപ്പോഴാണ് സേഫിനകത്തെ വാച്ചുകൾ നമ്മളുടെ വിൻസെന്റ് കാണുന്നത്. കാണാന്ന് മാത്രമല്ല കണ്ണും തള്ളി അങ്ങ് ഇരിക്കുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് അവൻ തേടിക്കൊണ്ടിരിക്കുന്ന മൂൺ വാച്ച് അതിനകത്തുണ്ട്. അത് കണ്ടിട്ട് പിക്കാസോ വാച്ചുകൾ ഇൻസ്പെക്ട് ചെയ്യാൻ അടക്കം പുള്ളിക്കാരൻ മറന്നുപോയി. മൂൺ വാച്ചും കണ്ടിട്ട് അവനാണെങ്കിൽ വായം പൊളിച്ചങ്ങ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് തേങ്ങയാണ് ഇവൻ നോക്കുന്നതെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം തന്നെ ചീഫാണെങ്കിൽ അവൻ്റെ കഴുത്തിനങ്ങ് പിടിക്കുന്നുണ്ട്. ഒറിജിനൽ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇത്രയും കഷ്ടപ്പെട്ട്. നീ എന്ത് കണ്ടിട്ടാടാ വായം പൊളിച്ചിരുന്നത്? അങ്ങനെ മൂൺ വാച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂൺ വാച്ച് US തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിധിയാ. അത്രയും വലിയൊരു സാധനം ജപ്പാനിലൊരു വാച്ച് കടക്കാരൻ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ വാച്ച് കട കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത്ര ചില്ലറക്കാരല്ല. അവരുമായിട്ട് കോർക്കാൻ നിൽക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നിന്റെ ഒടുക്കത്തെ മൂൺ വാച്ച് എടുക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓൺലി പിക്കാസോ വാച്ച്, അത് ഓർമ്മയിലുണ്ടായിക്കോട്ടെ എന്നും പറഞ്ഞ് തൽക്കാലത്തിന് വിൻസെന്റിനെ അങ്ങ് വിടുന്നുണ്ട്. അങ്ങനെ മോഷണത്തിന്റെ അടുത്ത ഘട്ടത്തിനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. സേഫ് ക്രാക്കിംഗ്. അവിടെ കണ്ട പോലത്തെ എക്സാക്ട് സെയിം സാധനം ലോക്കറുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളെടുത്തുനിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങേര് പറയുന്ന അനുസരിച്ച് പട്ടാളക്കാർ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് യൂസ് ചെയ്തിരുന്ന ഒരു സേഫാണിത്. അത്രയും പഴക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഇതിനകത്ത് എന്തേലും വെച്ച് കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ സേഫാ. കാരണം ഇതിനകത്ത് വരുന്നത് 3 ലോക്കുകളാണ്. അതിലൊന്നാമത്തത് കീയാ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തതാണ് കുറച്ച് പ്രശ്നം. ഒരു സീക്രട്ട് പാസ്വേഡ് ഉണ്ടാവും. അതടിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വിച്ചും. അങ്ങനെ അത് ഓപ്പൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മളുടെ യോ. അതും ഒരു തവണയല്ല 2 തവണ. പക്ഷെ സ്റ്റിൽ സംഭവം ഫ്ലോപ്പാണ് ട്ടാ. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ആ ലോക്കർ കടക്കാരൻ അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നത്. 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ പാസ്വേഡ് തനിയെ റീസെറ്റ് ആവും. പിന്നെ അത് തുറക്കാനായിട്ട് സേഫിന്റെ ഒറിജിനൽ കോഡ് ആവശ്യമാണ്. ഇത് കേട്ടേക്ക് യോ ആണെങ്കിൽ കിളി പറന്നിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സേഫ് 3 തവണ മാത്രമേ തുറക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കിളി പറക്കാണ്ടിരിക്കോ. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ഒടുക്കത്തെ ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ടീമിനോട് പേടിക്കണ്ട, എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും യോട് ഒടുക്കത്തെ ആത്മവിശ്വാസം കാരണം ചീഫിന് ഒരു കാര്യം മനസ്സിലായി. എക്സ്പീരിയൻസ് അല്ല, കോപ്പാണ് ഇവനുള്ളതെന്ന്. ഇതേ സമയം വിൻസെന്റും മേരിയും കൂടെ VIP റൂമിലോട്ട് കിടക്കുന്ന പൈപ്പ് ലൈൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ മൂൺ വാച്ചിനെ കുറിച്ചൊക്കെ മേരിയോ ചോദിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാണ്ട് വല്ലാത്തൊരു വേവലാതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൈപ്പ് ലൈനിൽ ദ്വാരം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവരാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കാൻ. കാരണം ഹോൾ ഇട്ടപ്പോഴാണ് അറിയുന്നത് ചുമ്മാ VIP റൂമിലോട്ട് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല എന്ന്. പൈപ്പ് ലൈൻ പൊളിച്ചാൽ തന്നെ സെക്കൻഡ് ലെയർ പോലെ വലിയൊരു കോൺക്രീറ്റ് ഉണ്ട്. സോ ഇത് പൊളിക്കാനായിട്ട് മിനിമം 1500 ഗ്രാം RDX വേണം. പക്ഷെ അത്രയധികം ഒരുമിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ്റെ മേളിൽ നിൽക്കുന്നവർക്ക് ഭൂമി ഉൽക്കം പോലെയാണ് ഫീൽ ചെയ്യുക. സോ അടിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് മേളിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ ലോക്കർ കൊണ്ടും പൈപ്പ് ലൈൻ കൊണ്ടും ആകെ പെട്ടിരിക്കുകയാണ് നമ്മളുടെ പിള്ളേർ. അത് മാത്രമല്ല ചീഫ് പറയുന്ന അനുസരിച്ച് വാച്ച് കടയുടെ ഫ്രണ്ടിലുള്ള ഗാർഡ്സ് 8നും 8:30ക്കും ഇടയിൽ ഫുഡ് വാങ്ങാൻ പോകും. സോ അരമണിക്കൂർ സമയം അതിനകത്ത് വാച്ചടിച്ച് മാറ്റി പുറത്ത് കിടക്കണം. പക്ഷെ അകത്ത് കയറാനാണെങ്കിൽ ഒരു വഴിയുമില്ല. ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട് വിൻസെന്റിനെ. അതെ, ഇത് നിർത്തുകയാണ് നല്ലത്. ബോംബും പൊട്ടിക്കാൻ പറ്റില്ല, ലോക്കറും തുറക്കാൻ പറ്റില്ല, ഒരു തേങ്ങയും പറ്റില്ല. പിന്നെ എങ്ങനെ വാച്ചെടുക്കാനാ എന്നും പറഞ്ഞ് വന്നലമ്പാണ് അവിടെ. അവനക്ക് എങ്ങനെയും ഇതിന്നൊന്ന് ചാടണം. പെട്ടെന്നാണ് നമ്മളുടെ മേരിയോ ഒരു യമണ്ടൻ പടക്കം കത്തിച്ച് അവനെ അങ്ങ് പേടിപ്പിക്കുന്നത്. അവനാണെങ്കിൽ പേടിച്ച് മുള്ളിയില്ലാന്നുള്ളോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ ചീഫാണെങ്കിൽ വാ ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെയാണ് പറയുന്നത്. പാവം വിൻസെന്റ് ആണേലോ ആകില്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരിയോ വിൻസെന്റിന് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് മേരിയോടെ വയറുമുള്ള ബുള്ളറ്റ് കൊണ്ട പാട് യോ കാണുന്നത്. മേരിയോ, നിന്റെ വയറിനെന്താ പറ്റിയേ? അത് മാത്രമല്ല എൻ്റെ അമ്മ ഇന്നലെ നിങ്ങൾ അടിക്കുന്നത് കണ്ടു. പിന്നെ പോരാത്തിന് എൻ്റെ ചേട്ടനാണെങ്കിൽ നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അവൻ എന്താ സംഭവിച്ചത്? ഇത് കേട്ടേക്ക് ചീഫ് പറയാണ്, ഇതൊന്നും സംസാരിക്കാൻ നമുക്കിപ്പോൾ നേരമില്ല. എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്കിളുടെ കൈ കൊണ്ട് നമ്മളെല്ലാവരും തീരും. അങ്കിള് കൊല്ലൂന്നുള്ള ഉറപ്പാ. അങ്ങേർക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ ഒരു പോസ്റ്റർ അങ്ങ് കാണുന്നത്.
അതുപ്രകാരം നാളത്തെ ദിവസം ഇവിടെ വലിയൊരു വെടിക്കെട്ട് പരിപാടി വരുന്നുണ്ട്. ആ വെടിക്കെട്ട് പൊട്ടുന്ന സമയത്ത് ഇവരുടെ ബോംബ് പൊട്ടിച്ച ആർക്കും യാതൊരു സംശയം ഉണ്ടായിരിക്കില്ല. സൗണ്ടും കേൾക്കില്ല, ഭൂമിയിലുണ്ടാവുന്ന വൈബ്രേഷൻ മൈൻഡ് ചെയ്യത്തുമില്ല. ഏതാലേ അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ആ മോഷണം. നമ്മളുടെ സെക്യൂരിറ്റി കൃത്യം 8 മണിക്ക് ഫുഡ് വാങ്ങാൻ പോകുന്നു. ആ ഒരു തക്കം നോക്കി നമ്മളുടെ പിള്ളേരാണെങ്കിൽ ബോംബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ബോംബും കൂടെ ഒരുമിച്ച് പൊട്ടിക്കാനല്ല ഇവരുടെ പ്ലാൻ. അത്രയും വലിയൊരു ബോംബ് ഒരുമിച്ച് പൊട്ടിച്ചാൽ വലിയൊരു വൈബ്രേഷൻ തന്നെ ഉണ്ടാവും. സോ പുറത്ത് പടക്കം പൊട്ടുന്ന ഒരു കറക്റ്റ് സമയം നോക്കി ഓരോ ബോംബുകൾ വീതം പൊട്ടിക്കാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ വെടിക്കെട്ടിന്റെ പരിപാടി ആരംഭിച്ചു. ഓരോ ബോംബുകൾ വീതം പൊട്ടിക്കാനും. അങ്ങനെ ഓരോന്നും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കഷ്ടകാലത്തിന് അങ്ങോട്ട് പൈപ്പ് ലൈൻ പണിക്കാർ വരുന്നത്. ഇത് കണ്ടേക്ക് ചീഫാണെങ്കിൽ എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ മാരിയോ ആണെങ്കിൽ അകത്ത് കിടക്കുന്നു. ക്യാമറകളൊക്കെ കട്ട് ചെയ്യുന്നു. ഓൾറെഡി VIP റൂമിൽ കയറിയിട്ടുള്ളതുകൊണ്ട് തന്നെ എവിടെയാണ് ക്യാമറ എന്നുള്ളതൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം. അങ്ങനെ നമ്മളുടെ പിള്ളേർ അകത്ത് കിടക്കുന്നു. ഇനിയാണ് മെയിൻ സാധനം, സേഫ് ക്രാക്കിംഗ്. ഇത് ചെയ്യാനായിട്ട് വെറും 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ സേഫ് തുറക്കാൻ ആരംഭിക്കുന്നു. ആദ്യം കീ ഇടുന്നു, ശേഷം നമ്പർ ലോക്ക് അടിക്കുന്നു. അതാണെങ്കിൽ സക്സസ് ആയിട്ടുണ്ട്. ഇനിയാണ് ടാസ്ക്, പാസ്വേഡ്. അങ്ങനെ ശ്രദ്ധിച്ച് ഓരോ ബട്ടൺ അമർത്തി പാസ്വേഡ് അടിക്കുന്നുണ്ട്. പക്ഷേ പാളി. സോ ഇനി വെറും 2 ചാൻസ് മാത്രം. ആ ഒരു സമയത്താണ് നാശം പിടിക്കാനായിട്ട് ഏതോ ഒരുത്തൻ കള്ളും കുടിച്ച് വാച്ച് കടയുടെ ഡോറിലിരിക്കുന്നത്. അവിടെയാണെങ്കിൽ അലാം സിസ്റ്റം ഉണ്ട്. നമ്മളുടെ കാറിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഐറ്റം. 11 ജസ്റ്റ് തട്ടുമ്പത്തിന് അലാർ അടിക്കുന്നു. അതാണെങ്കിലോ സെക്യൂരിറ്റി അറിയുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, അങ്ങേര് നേരെ വാച്ച് കടയിലോട്ട് വരുന്നു. അലാറത്തിന്റെ സൗണ്ട് കേട്ടേക്ക് നമ്മളുടെ ചീഫാണെങ്കിൽ ഗണ്ണും പിടിച്ച് കാവല് നിൽക്കുന്നുണ്ട് VIP റൂമിന്. ഇതേ സമയം പിന്നെയും ശ്രദ്ധിച്ച് പാസ്വേഡ് അടിക്കുന്നു. ബട്ട് നോ യൂസ്. ഇനി ഒരു ചാൻസും കൂടെ ബാക്കിയുള്ളൂ. അതെങ്ങാനും തെറ്റിച്ച പാസ്വേഡ് അങ്ങ് റീസെറ്റ് ആവും. പിന്നെ ഒരിക്കലും പിക്കേസോ വാച്ച് ഇവർ കാണാൻ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിൻസെന്റ് ടോർച്ച് വെളിച്ചത്തിൽ ഒരു കാഴ്ച കാണുന്നത്. ലോക്കറിന്റെ ഓരോ സ്വിച്ചിലും വാക്സ് ഇരിപ്പുണ്ട്. ഈ വാക്സ് എന്ന് പറയുന്നത് വാച്ചുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധന. ലോക്കറിനകത്തുനിന്ന് ടക്കാഷി ഓരോ വാച്ചുകൾ എടുക്കുമ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ആ വാക്സ് ഉള്ള കൈകൊണ്ടാണ് ലോക്കറിന്റെ ഓരോ സ്വിച്ച് അമർത്തിയിരിക്കുന്നത്. സോ വാക്സ് അടങ്ങിയ സ്വിച്ചുകൾ കറക്റ്റായിട്ട് അങ്ങ് കണ്ടുപിടിച്ച സേഫ് നല്ല സുഖമായിട്ട് തുറക്കുക. അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് വാക്സ് ഉള്ള സ്വിച്ച് കണ്ടെത്തി അങ്ങ് അമർത്തുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് കറക്റ്റ് ആവുകയും ചെയ്യുന്നു. സോ നമ്മളുടെ സേഫ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതേ സമയം സെക്യൂരിറ്റി ആണെങ്കിൽ അകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങർക്ക് VIP റൂമിലോട്ട് ആക്സസ് ഇല്ല. അങ്ങോട്ട് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ ടക്കാഷി നേരിട്ട് വരണം. അതേസമയം നമ്മളുടെ പിള്ളേരാണേലോ വാച്ച് എടുക്കുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. എന്നിട്ട് PC വാച്ചുകളും യഥാർത്ഥ വാച്ചുകളും തമ്മിൽ അങ്ങ് സ്വാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടാ. ആ ഒരു സമയത്ത് നമ്മളുടെ വിൻസെന്റിന്റെ കണ്ണാണെങ്കിൽ മൂൺ വാച്ചിന്റെ മേളിലാണ്. അങ്ങനെ അത് ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ സാധനം ഒറിജിനലാ. SN43 എന്ന് വാച്ചിന്റെ സ്ട്രാപ്പിന്റെ മേളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആ വാച്ച് ഒറിജിനൽ ആണ് എന്ന് കാണിക്കുന്ന ഏക തെളിവാണ് SN43 എന്ന സിമ്പല്. പുള്ളിക്കാരൻ നൈസായിട്ട് അതങ്ങ് എടുത്താലോ എന്നൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും പുറത്ത് കടക്കുന്നു എന്ന് മാത്രമല്ല, ഇവരോരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നു, ആർക്കും സംശയം തോന്നാണ്ടിരിക്കാൻ. ഇതേ സമയം കോർക്ക് സലൂണിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥയാളെ അങ്ങ് കാണിക്കുന്നുണ്ട്. അതാണ് ലീ ആണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യത്തിലാ. ടെക്കാഷിയാണേലോ ഇങ്ങേരുടെ കാലി കിടന്നിട്ട് കരയുന്നുണ്ട്. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വാച്ച് കടക്കകത്ത് അലാർ അടിച്ചപ്പോൾ തന്നെ മനസ്സിലായി മോഷണം നടന്നിട്ടുണ്ട് എന്ന്. കാരണം എല്ലാ ക്യാമറാസും കട്ട് ചെയ്തിരിക്കുക. അതുമാത്രമല്ല, സംശയം തോന്നിയിട്ട് സേഫ് പരിശോധിച്ചപ്പോൾ പിക്കേസോ വാച്ചുകൾക്ക് പകരം 3 PC വാച്ചുകളാണ്. ഈ ഒരു മോഷണം നല്ല സ്മൂത്തായിട്ട് പോയിരുന്നെങ്കിൽ അവരൊരിക്കലും ചെക്ക് ചെയ്യത്തൂല, അറിയത്തൂല. അങ്ങനെ ടെക്കാഷി കാലി കിടന്നിട്ട് കുറെ കരയുന്നുണ്ട്. എന്നാൽ ഇവിടെ ലീക്കാണെങ്കിൽ പിക്കേസോ വാച്ച് പോയാലല്ല ദേഷ്യം, മൂൺ വാച്ച് പോയാലാ. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ മൂൺ വാച്ച് മോഷണം പോയി. എന്നാൽ വിൻസെന്റ് ആണെങ്കിൽ ഇത് എടുത്തിട്ടില്ല. പിന്നെ ആരായിരിക്കും? ടക്കാഷി, ഞാൻ നിനക്ക് കുറച്ചുകൂടെ സമയം തരും. അതിനകം ഒരു ഗുഡ് ന്യൂസുമായിട്ട് നീ വന്നില്ലെങ്കിൽ ബാക്കി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ. ഇതും പറഞ്ഞ അവന്റെ ശിങ്കടിയോട് സംശയിക്കത്തക്ക എന്തേലും ഇപ്പം അടുത്ത് വാച്ച് കടയിൽ നടന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ ലീ. സർ, ഇന്നലെ അവിടെ ഒരു സെയിൽ നടന്നിട്ടുണ്ട്, അതും VIP റൂമിൽ വെച്ചിട്ട്. സോ ആ ഗ്യാങ് ആയിരിക്കാനാണ് സാധ്യത. അവരുടെ പേരോ അഡ്രസ്സോ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും ശരി, അമേരിക്കയുടെ നിധിയാ കാണാണ്ടായിരിക്കുന്നത്. എത്രയും വേഗം അത് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോവും. സോ നമ്മളുടെ പിള്ളേരുടെ കളി അവസാനിപ്പിക്കാനായി എന്നർത്ഥം. ഇതേ സമയം പിള്ളേരാണെങ്കിൽ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പിക്കേസോ വാച്ചുകളുടെ മോഷണം വാർത്തയിൽ ഒന്നാകെ വന്നിട്ടുണ്ട്. അവിടെ മൊത്തത്തിൽ ഒരു ഫ്ലാഷ് ന്യൂസാണ് ഈ ഒരു സംഭവം. ഇതൊക്കെ കണ്ടേക്ക് ചീഫാണെങ്കിൽ നമുക്ക് എത്രയും വേഗം നാട്ടിലോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. സോ പാക്ക് ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ മാരിയോ ഒരു കാര്യം ചോദിക്കുന്നത്. ഡാ വിൻസെന്റെ, നീ പറഞ്ഞ വാച്ചിനെ കുറിച്ച് ഒന്നുകൂടെ പറയാൻ പറ്റുമോ?
1966 ബസ് ആൾഡ്രിൻ ചന്ദ്രനിൽ കാലുകുത്തുന്നത്. അങ്ങേരാണ് ആദ്യമായിട്ട് വാച്ചിട്ടുകൊണ്ട് ചന്ദ്രനിൽ കാലുത്തിയത്. പിന്നെ നീ ചുമ്മാ തള്ളാന്നൊക്കെയല്ലേ, നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുത്തിയെന്നൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. എടോ, അത് അങ്ങേര് തന്നെയാണ് ആദ്യമായിട്ട് കാലുത്തിയത്. പക്ഷെ അങ്ങേര് ആ സമയത്ത് വാച്ചിട്ടിട്ടില്ല. വാച്ചിട്ടിട്ട് കാലുത്തിയ ഏക മനുഷ്യൻ ബസ്സാ. അങ്ങേര് ധരിച്ചിരുന്ന വാച്ചാണ് SN43. അപ്പോൾ അതിന് നല്ല വിലയുണ്ടായിരിക്കൂലേ? എടോ, താൻ എന്താണ് ഈ പറയുന്നത്? ആ സാധനം പ്രൈസ്ലെസ്സാ. അതും കൊണ്ടെങ്ങാനും വിൽക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമ്മളുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ FBI എത്തും. സോ സീരിയസ്നെസ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ മൊത്തത്തിൽ മൂഡ് പോകുന്നുണ്ട്. അങ്ങനെ മാരിയോ ഗണ്ണെടുക്കുന്നു, ലെവൻ്റെ തലയിലോട്ടങ്ങ് വെക്കുന്നു. അതെന്തിനാണെന്നും ഏതിനാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീഡ് ആളുകൾ പിള്ളേരെ പിടിക്കാനായിട്ട് വരുന്നത്. അവർ കറക്റ്റ് സമയത്താണ് വാർത്തയും കണ്ട് യോടമ്മ യോക്ക് വിളിക്കുന്നത്. എടാ പുത്ര, നീ ആ ചീഫിൻ്റെ കൂടെയാണല്ലേ വർക്ക് ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് അല്ലാന്നൊരു 1000 തവണ പറയുന്നുണ്ട് യോ. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ഉറപ്പാ. സോ അവർ വിട്ടുകൊടുക്കുന്നില്ല. മോനെ, നിന്റെ ചേട്ടൻ്റെ മരണത്തിന് കാരണക്കാരാ ആ ചീഫും മാരിയോയും. ഇത് കേട്ടേക്ക് യോ ആണെങ്കിൽ അങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ലീഡ് ആൾക്കാർ വരുന്നത്. അതേസമയം വിൻസെന്റിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. നമ്മളുടെ മാരിയോ വിൻസെന്റിന്റെ ഫോൺ വാങ്ങുന്നു. എന്നിട്ട് വിൻസെന്റിന്റെ അസോസിയേറ്റിന് മെസ്സേജ് അയക്കുന്നു. ജപ്പാൻ ഹൈസ്റ്റിന് പിന്നിൽ അങ്കിളാണെന്നും അത് എത്രയും വേഗം എല്ലാവരും അറിയിക്കണമെന്നും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് മെസ്സേജ്. ഇതൊക്കെ കണ്ടിട്ട് വിൻസെന്റ് ആണെങ്കിൽ തനിക്കെന്താടോ പ്രാന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടേക്ക് പുള്ളിക്കാരൻ കാണിച്ചു കൊടുക്കുന്നത് മൂൺ വാച്ചാ. സോ വാച്ച് എടുത്തിട്ടുള്ളത് നമ്മളുടെ മാരിയോയാ. വിൻസെന്റിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച് ഇത് വിറ്റ് കഴിഞ്ഞാൽ കോടികൾ കിട്ടുമെന്നാ. ഇതേ സമയം ലീഡ് ആൾക്കാരാണെങ്കിൽ 4 വാച്ചിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഫിനാണേലോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവരടിച്ചു മാറ്റിയത് 3 വാച്ചാ, പിന്നെ ഇതെങ്ങനെ 4 എന്നും വിചാരിച്ചാണ് ചീഫ് ഇരിക്കുന്നത്. അങ്ങനെ ലീഡ് ആൾക്കാർ സീനാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അടി വെടി പുക മാത്രം. നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഒരു വിധത്തിലാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ 2 എണ്ണം വിൻസെന്റിനെയും മേരിയോനെയും കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെ അടിച്ചിട്ട് വരുമ്പോൾ അതാ ചീഫിനെ യോനെ വളഞ്ഞിരിക്കുന്നു. ചീഫ് അപ്പം തന്നെ മേരിയോട് വണ്ടിയെടുക്കാൻ പറയുന്നുണ്ട്. സോ ഇവർ നേരെ അങ്ങോട്ട് പോകുന്നു. യോടോടാണെങ്കിൽ വിൻഡോ വഴി രക്ഷപ്പെടാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലെവൻ അതിലൂടെയും പോകുന്നു. എന്നാൽ അവൻ ഓടിച്ചെല്ലുന്നത് ലീഡ് ആൾക്കാരുടെ ഫ്രണ്ടിലോട്ടാ. അപ്പോഴാണ് നമ്മളുടെ പിള്ളേർ കാർ കൊടുത്ത് യോനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. സോ തൽക്കാലത്തിന് പിള്ളേർ സേഫായിട്ടുണ്ട്. ഇതേ സമയം അങ്കിളിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. പുള്ളിക്കാരൻ ഈ ഒരു ന്യൂസൊക്കെ കണ്ടിട്ടാകെ ഭ്രാന്തെടുത്തിട്ടാണ് ഇരിക്കുന്നത്. ലെവൻ മാത്രമല്ല, പിക്കാസോ വാച്ചുകൾ വാങ്ങാനായിട്ട് വന്നിരിക്കുന്ന ബയ്യറും ഇതേ സെയിം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ദേ അങ്കിളെ, എനിക്ക് ആ വാച്ച് വേണ്ട. ഇത്രയും വലിയൊരു ന്യൂസ് ആക്കിയിട്ടാ നിന്റെ ഡീലിങ്സ്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിന്റെ അച്ഛൻ്റെ ക്രൂ, ഐഡിയാസ്, അങ്ങനെയുള്ളതെല്ലാം നീ മാറ്റി. ഒന്ന് നിർത്തടോ. അച്ഛൻ അതാണ് ഇതാണെന്നൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇപ്പം അച്ഛനില്ല, ഞാനാണ് ബോസ്. സോ തൻ്റെ ഡെപ്പോസിറ്റ് ഞാൻ തിരിച്ച് തരാനും പോകുന്നില്ല. താൻ എൻ്റെ കയ്യിൽ നിന്ന് വാച്ചുകൾ വാങ്ങുകയും ചെയ്യും. ഇത് കേട്ടിട്ട് ബയ്യറാണെങ്കിൽ പേടിച്ചിട്ടിരിക്കുക. കാരണം പുള്ളിക്കാരൻ്റെ ദേഹത്തോട്ട് തൂക്കും പിടിച്ചാണ് അങ്കിളുടെ ഡീലിങ്സ്. ആ ഒരു കറക്റ്റ് സമയത്താണ് നേരത്തെ അസോസിയേറ്റിന് അയച്ച മെസ്സേജ് അങ്കിളിന് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞ അയച്ച മെസ്സേജ് ലീക്കായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പിള്ളേർ തൽക്കാലത്തിനൊരു സേഫ് ലൊക്കേഷനിലോട്ട് എത്തുന്നത്. എത്തിയപാട് മേരിയോടെ കരണക്കുറ്റി നോക്കി അങ്ങ് പൊട്ടിക്കുന്നുണ്ട് ചീഫ്. എടാ വെകിളി പിടിച്ചോനെ, കൊല്ലാൻ വന്നവന്മാർ 4 വാച്ചിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാടാ വാച്ച് എന്നും പറഞ്ഞ് ഗണ്ണും പിടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ മേരിയോ മൂൺ വാച്ച് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിൻസെന്റ്, ഇതിന് എത്ര കിട്ടും? അതിന് വിലയില്ല, വാല്യൂ ഇല്ല, ഇറ്റ്സ് പ്രൈസ്ലെസ്. ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട് ചീഫിന്. സോ അവൻ കുറെ ചൂടാവുന്നു. എൻ്റെ പൊന്നു ചീഫേ, അങ്കിളുടെ അച്ഛനുണ്ടായിരുന്ന കാലത്തുള്ള ടീമാണ് നമ്മൾ. ആ ടീമിൽ ഇനി ബാക്കിയുള്ളത് നമ്മൾ മാത്രമാണ്. ബാക്കിയുള്ളവരെയൊക്കെ അങ്കിള് കൊന്നുകളഞ്ഞു. ഇതും കൊണ്ട് ചെന്ന അങ്കിള് നമ്മളെ കൊല്ലില്ലാന്ന് എന്തെത്ര ഉറപ്പ്? അത് മാത്രമല്ല, ഈ വിൻസെന്റിന്റെ യോടെ അവസ്ഥ നമ്മളെപ്പോലെയാവും. ജീവിതകാലം മുഴുവൻ അങ്കിൾ ഇവരെ കള്ളനാക്കി മാറ്റും. അങ്കിളിൻ്റെ അച്ഛൻ നിന്നോട് പറഞ്ഞു അങ്ങേരുടെ മകനെ നോക്കാൻ. ആ ഒരു സെന്റിമെന്റിലാ താൻ ഇപ്പോഴും പെട്ടിരിക്കുന്നത്. ദൈവം ഇതൊന്ന് പുറത്തു വാ. അങ്കിളാണ് മോഷണത്തിന് പിന്നിലെന്ന് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞു. സോ നമുക്ക് സമയമില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്കിളിൻ്റെ ഫോൺ കോൾ അങ്ങ് വരുന്നത്. പക്ഷെ മേരിയുടെ വർത്താനം കേട്ടിട്ട് നമ്മളുടെ ചീഫ് ആ ഫോൺ കോൾ അങ്ങ് കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് എത്രയും വേഗം നാട്ടിലോട്ട് എത്തണം, അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യോ തൂക്കും പിടിച്ചങ്ങ് നിൽക്കുന്നത്. കാരണം പുള്ളിക്കാരനൊരു ഉത്തരം കിട്ടണം. തൻ്റെ ചേട്ടൻ എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരം. നീയൊക്കെ കൂടെയല്ലേ എൻ്റെ ചേട്ടനെ കൊന്നുകളഞ്ഞ്? ഞങ്ങളല്ല, അങ്കിള് ഞങ്ങളെ ഒരു ജോബിന് പറഞ്ഞയച്ചു ഹോളണ്ടിലോട്ട്. ജോബൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയി. പക്ഷേ എതിരെ നിന്നവർ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അവർ ഞങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്തു. മേരിയുടെ വയറിന് 2 ബുള്ളറ്റ് കിട്ടി. അതുപോലെ നിന്റെ ചേട്ടൻ മരിക്കുകയും ചെയ്തു. അതെല്ലാം അങ്കിളിൻ്റെ സെറ്റപ്പായിരുന്നു. അതേ വിധി നമുക്ക് വരാൻ പാടില്ല. സോ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയേ പറ്റുള്ളൂ. മൂൺ വാച്ചിന് പിറകെ ജാപ്പനീസും ഉണ്ട്, പിക്കാസോക്ക് പുറകെ അങ്കിളും ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ലെവൻക്കാണെങ്കിൽ യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ പറഞ്ഞ് ഒരു വിധത്തിൽ
നാട്ടിലോട്ട് പോയിട്ട് ബാക്കിയെല്ലാം സെറ്റിലാക്കാം എന്ന് സമ്മതിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നാട്ടിലോട്ട് എത്തട്ടെ, ഇതിലൊരു തീരുമാനമാക്കട്ടെ, അതിനുശേഷം നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം. അങ്ങനെയോ ഓക്കെ പറയുന്നു. സോ എല്ലാം കഴിഞ്ഞിട്ട് തീർക്കാൻ തന്നെയാണ് യോടെ പ്ലാൻ. ഇനി ഇവർക്ക് സേഫ് ആയിട്ട് ഈ വാച്ചുകൾ നാട്ടിലോട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് വാച്ചുകൾ പാർട്സ് ആക്കുന്നു. കാരണം ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റംസേര് പിടിക്കും. സോ പാർട്സ് ആക്കിയിട്ട് സാധാ വാച്ച് പോലെ കൊറിയർ ചെയ്യുന്നു. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൊറിയർ സർവീസിൽ അലക്സ് ഉണ്ടല്ലോ, സോ സംഗതി സേഫാ. അങ്ങനെ പാർസൽ സർവീസിലോട്ട് പോകുന്നു, സാധനം നാട്ടിലോട്ട് അയക്കുന്നു. അങ്ങനെ ഇവർ നാട്ടിലോട്ട് തിരിച്ചെത്തി. പക്ഷെ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടക്കുന്നില്ല. അപ്പോഴേക്കും അങ്കിളിന്റെ ആൾക്കാർ അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത്രയും കൃത്യമായിട്ട് ഇവർ വരുന്ന കാര്യങ്ങളൊക്കെ അങ്കിൾ അറിയണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലൊരു ഒറ്റുകാരൻ കാണും. അത് വേറെ ആരുമല്ല, നമ്മളുടെ യോ ആണ്. ഇതൊക്കെ കണ്ടിട്ട് മുഴുവൻ ടീംസും ആകെ ഭ്രാന്ത് എടുത്തിട്ടിരിക്കേ. അതിനേക്കാൾ ഭ്രാന്തിലാണ് യോ. അവന്റെ ചേട്ടനെ കൊന്നതിനുള്ള പക അവൻക്ക് തീർത്തേ പറ്റുള്ളൂ. സോ ചീഫിനെ മേരിയോനിട്ട് അടിക്കുന്നുണ്ട് യോ. ആ സമയത്താണ് അങ്കിള് അവന്റെ കയ്യിലോട്ട് അങ്ങ് ഗണ്ണ് വെച്ച് കൊടുക്കുന്നത്. അവനാണെങ്കിൽ ഒന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ആ ഗണ്ണ് വാങ്ങിയിട്ട് അങ്ങ് കൊല്ലാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വിൻസെന്റ് പറയാണ്, അങ്കിൾ നിങ്ങളുടെ വാച്ച് എവിടെയാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അലക്സിന്റെ കയ്യിലോട്ടാണ് സാധനം എത്തിച്ചിട്ടുള്ളത്. അലക്സ് എവിടെയാണെന്നുള്ളത് വിൻസെന്റിന് മാത്രമേ അറിയൂ. പക്ഷെ എന്നാലും ഇവൻ പറയുന്നത് നുണയാണെന്നും കരുതി യോട് ചോദിക്കുന്നുണ്ട് അങ്കിള്. നോക്കുമ്പോൾ യോക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. സോ അങ്കിൾ ഇവരെ കൊല്ലുന്ന കാര്യത്തിൽ നിന്ന് യോനെ അങ്ങ് പിടിച്ചു വെക്കുന്നു. പുള്ളിക്കാരന് വലുത് വാച്ചാ. അങ്കിൾ വാച്ച് ഞാൻ നിങ്ങൾക്ക് കൊടുന്നുതരാം, പക്ഷെ ഇവരെ രണ്ടുപേരെയും എൻ്റെ കൂടെ വിടണം. ഇവരെ രണ്ടുപേരെ ഞാൻ എന്തായാലും വിടാൻ പോകുന്നില്ല. അതുമായിട്ട് നിങ്ങളെങ്ങാനും മുങ്ങിയാലോ. സോ യോനെയും കൊണ്ട് പോയാൽ മതി, എന്നിട്ട് വാച്ചുമായിട്ട് തിരിച്ചു പോവാ. അപ്പം ഞാനിവരെ വെറുതെ വിടാം. അങ്ങനെ വിൻസെൻ്റ് ഓക്കെ പറയുന്നു. വിൻസെൻറ്റിൻ്റെ ഫോണിൽ ഒരു GPS വെക്കുന്നു. അവരെ വിടുന്നു. അങ്ങനെ യോയും വിൻസെൻറ്റും കൂടെ അലക്സിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പുള്ളിക്കാരനാണെങ്കിൽ ഡൈനോസറിൻ്റെ സ്റ്റിക്കറും കളക്ട് ചെയ്ത് പകുതി ബോക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയുണ്ട് 5 ബോക്സ്. അതാണെങ്കിൽ ഏതോ ട്രക്കിനകത്ത് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വിൻസെൻ്റ് പോയിട്ട് ആ ട്രക്ക് തടയുന്നു. ശേഷം യോ ആ ട്രക്ക് ഹൈജാക്ക് ചെയ്യുന്നു. അതേസമയം നമ്മളുടെ വിൻസെൻ്റ് ആണെങ്കിൽ ട്രക്കിനകത്തുനിന്ന് സാധനം തിരഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. എന്നാൽ ഇത്രയും നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിൻസെന്റിനും യോക്കും കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് GPS-ൽ യാതൊരു അനക്കവുമില്ല. സോ അവരുടെ ലാസ്റ്റ് ലൊക്കേഷനിലോട്ട് അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് നമ്മളുടെ അങ്കിള്. അങ്ങനെ ആ ട്രക്ക് കണ്ടുപിടിച്ചു. എന്നാൽ ട്രക്കിനകത്ത് യോടെ തലക്ക് ഗണ്ണും പിടിച്ച് നിൽക്കുകയാണ് വിൻസെന്റ്. പക്ഷെ അങ്കിളിന് എന്ത് ചെയ്യോ, അങ്ങേർക്ക് വാച്ച് കിട്ടിയാൽ മതി. അത് മനസ്സിലാക്കിയ വിൻസെന്റ് ആ വാച്ച് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അങ്കിളിന് ഇവിടെ ഒരു വഴിയുമില്ല. സോ ചീഫിനെ മേരിയോനെ അങ്ങ് വിട്ടുകൊടുക്കുന്നു. ട്രക്കിൻ്റെ ഡോറ് അടക്കുന്നു. എന്നാൽ ആ സമയത്താണ് യോ ആ വാച്ചിൻ്റെ കവർ അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ അങ്കിളിന്. യോ കൊടുങ്ങാത്ത പകയാ. സോ മാക്സിമം നമ്മളുടെ ടീമിനെ തളർത്താനാണ് യോ നോക്കുന്നത്. എന്നാൽ ആ വാച്ച് എടുക്കാൻ അങ്കിളിനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അവർ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ലീഡ പട വരുന്നു എന്ന് മാത്രമല്ല, പടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷൂട്ടൗട്ടാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെടിവെച്ച് നമ്മളുടെ പിള്ളേരിരിക്കുന്ന ട്രക്ക് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. സോ അവർ മരിച്ചു. ലീഡ് ആൾക്കാരാണെങ്കിൽ മൂൺ വാച്ച് മാത്രം കൊണ്ടുപോകുന്നു. പിക്കാസോ വാച്ചുകൾ അവർക്ക് ആവശ്യമില്ല. സോ അങ്കിളിന് കിട്ടേണ്ടത് കിട്ടി, ലീഡ് ആൾക്കാർക്കും കിട്ടി. പക്ഷെ ഇതിൽ വന്ന് പെട്ടുപോയത് നമ്മളുടെ പിള്ളേർ മാത്രമാണ്. എന്നാൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത്. സത്യം പറഞ്ഞാൽ യോ ഇവരെ ചതിച്ചതല്ല, ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. ചീഫിന്റെ പ്ലാൻ പ്രകാരം യോ ഒരു ഒറ്റുകാരനാവുന്നു. എന്നിട്ട് അങ്കിളിനെ വിവരം അറിയിക്കുന്നു. അങ്കിൾ ആ ഒരു ചൂണ്ടയിൽ കൊത്തു എന്നുള്ളത് പുള്ളിക്കാരന് 100% ഉറപ്പായിരുന്നു. സോ കൊത്തി. ശേഷം അങ്കിള് പറഞ്ഞിട്ട് പാർസൽ കളക്ട് ചെയ്യാൻ പോകുന്നു. ട്രക്ക് ഹൈജാക്ക് ചെയ്യുന്നു. പക്ഷെ 1 മണിക്കൂറത്തേക്ക് ഇവരുടെ GPS-ന് അനക്കുണ്ടായിരുന്നില്ല. കാരണം ആ 1 മണിക്കൂറിൽ നമ്മളുടെ മാരിയോടെ ശിങ്കടി വഴി ആ ട്രക്കിനകത്തൊരു ഡോർ ഉണ്ടാക്കുന്നു. അടിയിലോട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ഡോറ്. അത് മാത്രമല്ല, നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ലീയുമായിട്ടൊരു ഡീൽ ഇവർ നടത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. മൂൺ വാച്ച് അങ്കിളിൻ്റെ കയ്യിലാണെന്നും പറഞ്ഞിട്ട്. സോ അന്ന് രാത്രി അങ്കിളിനെതിരായിട്ട് ലീഡ് ആൾക്കാരെത്തുന്നു. നമ്മളുടെ പിള്ളേരാണെങ്കിൽ സേഫായിട്ട് ട്രക്കിനകത്തും. അങ്ങനെ ഷൂട്ടൗട്ട് തുടങ്ങി. ടീംസ് ആണെങ്കിൽ ട്രക്കിനകത്തുനിന്ന് ഒരു ബോംബും വെച്ച് മറ്റേ ഡോറ് വഴി പൈപ്പ് ലൈനിലോട്ടും പോകുന്നു. എന്നിട്ട് ആ ട്രക്ക് അങ്ങ് കത്തിക്കുന്നുണ്ട്. സോ ഇവരുടെ പുറകെ ഇനി അങ്കിള് പോവില്ല. കാരണം ഇവർ മരിച്ചു എന്നാണ് അവൻ്റെ ധാരണ. ചുരുക്കി പറഞ്ഞാൽ ഫേക്ക് ഡെത്ത്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവർ ട്രക്ക് ഹൈജാക്ക് ചെയ്ത് പാർസൽ തപ്പുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതിനകത്ത് മൂൺ വാച്ചിൻ്റെ സ്ട്രാപ്പ് മാത്രമേ ഉള്ളൂ, വാച്ചില്ല. പിന്നെ ലീഡ് ആൾക്കാർ കൊണ്ടുപോയത് ഏത് വാച്ചാ? അതിൻ്റെ ഉത്തരം കിട്ടണ്ടേ. സോ ഇവർ ആ ട്രക്കുമായിട്ട് നേരെ അസോസിയേറ്റിനെ കാണാൻ പോകുന്നു. എന്നിട്ട് ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് യൂസ് ചെയ്ത് നല്ല ഒന്നാന്തരം PC വാച്ച് അങ്ങ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നാസയിൽ കൊടുത്താലും അവർ ചെക്ക് ചെയ്യുക സ്ട്രാപ്പാണ്. കാരണം മൂൺ വാച്ച് ഒറിജിനൽ ആണ് എന്ന് തെളിയിക്കുന്ന ഏക തെളിവ് ആ സ്ട്രാപ്പ് മാത്രമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ അക്കാര്യത്തിൽ നമ്മളുടെ പിള്ളേർ സേഫായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് വരുന്നത് അവൻ്റെ റിവാർഡിന് വേണ്ടിയിട്ട്. ആ റിവാർഡ് വേറൊന്നുമില്ല, സ്റ്റിക്കേഴ്സാണ്. അലക്സിനാണെങ്കിൽ ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട്. അതിനകത്തതാ ഒരു പുതിയ ഡൈനോസർ സ്റ്റിക്കർ, അതും മൂൺ വാച്ചിൻ്റെ പാക്കേജ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ. സോ ആ സ്റ്റിക്കർ പറിച്ചു, പക്ഷെ പാർസൽ എടുത്തിട്ടില്ല.
ആ സ്റ്റിക്കറിന്റെ മുകളിലാണ് അഡ്രസ്സ് ഉണ്ടാവുക. സോ ഇപ്പോൾ അതൊരു അഡ്രസ്സ് ഇല്ലാത്ത പാർസലാണ്, അതുകൊണ്ട് തന്നെ അത് ജപ്പാനിലോട്ട് തിരിച്ചയക്കും. അപ്പോൾ എവിടെയാണ് മൂൺ വാച്ച് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? അങ്ങനെ എല്ലാവരും കൂടെ ജപ്പാനിലെത്തി പാർസൽ സർവീസിൽ നിന്ന് മൂൺ വാച്ച് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് വിൻസെന്റ് അടുത്ത സസ്പെൻസ് അങ്ങ് പൊട്ടിക്കുന്നത്. ലെവൻ അങ്കിളിന് കൊടുത്ത പിക്കാസോ വാച്ചുകൾ നല്ല ഒന്നാം തരം പി സിയാണ്. അവിടെ അങ്കിളാണെങ്കിൽ പി സി വാച്ചാന്നറിയാണ്ട് വിൽക്കാൻ നോക്കുന്നുണ്ട്. അപ്പം തന്നെ ബയ്യറിനത് മനസ്സിലാവുകയും ചെയ്യുന്നു. ബയ്യറാണെങ്കിൽ ഒരു ഒന്നാം തരം ഗാങ്സ്റ്ററും. സോ അങ്കിളുടെ കാര്യം ഹുദാ ഹവ. അതുമാത്രമല്ല, യഥാർത്ഥ പിക്കാസോ വാച്ചുകൾ വിൻസെന്റിന്റെ കയ്യിലുണ്ട്. അപ്പം നമ്മളുടെ പിള്ളേര് മോഷണം നിർത്തി പണക്കാരാവാൻ പോകുന്നു. പക്ഷെ സ്റ്റിൽ മൂൺ വാച്ച് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.